ചെയർപേഴ്സണോട് കാര്യം പറയണം. നാട്ടിലെ ജനങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളത് ഇടപെടാൻ വേണ്ടി നിർബന്ധിതരാകും. അതിന് മറ്റൊരു വിഷമോ മറ്റൊരു കാര്യമോ വിചാരിച്ചിട്ട് കാര്യം കൃത്യമായിട്ട് അവിടെ സമരം പ്ലാന്റിനകത്ത് അവിടുത്തെ ആളുകൾ പ്ലാന്റിനകത്ത് ഞങ്ങള് വണ്ടി തടയും. മുനിസിപ്പാലിറ്റിയുടെ മാലിന്യം കൊണ്ടുവരുന്ന വണ്ടി ഞങ്ങൾ തടയും. കൗൺസിലർമാർ വീട് വെച്ച് കൊണ്ടുപോ വീട്ടിക്ക്. അതല്ലാതെ അവിടെ വണ്ടി ഇറക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ആരെങ്കിലും സമരമായിട്ട് ഞങ്ങൾ പോകും. എല്ലാവർക്കും നമസ്കാരം. ഇത് നിതിൻ പുല്ലൻ, ചാലക്കുടി നഗരസഭ 5-ാം വാർഡ് കൗൺസിലർ. ചെയർപേഴ്സണോടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ചാലക്കുടി നഗരസഭയിലെ വാർഡുകളുള്ളവരും ഇത് വാരിക്കെട്ടി പൊതിഞ്ഞ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ എന്തൊരു സംഭവം? വേറെ ഒന്നുമല്ല, മാലിന്യം. ചാലക്കുടിയിലെ വിളപ്പിൽ ശാലയായി മാറാൻ പോവുകയാണ് ചാലക്കുടി നഗരസഭയിലെ 5-ാം വാർഡിൽ അലവി സെൻ്ററിനും പനമ്പള്ളി കോളേജിനും ഇടയിൽ ഒരു 2-2.5 ഏക്കർ വരുന്ന സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്ന ഖരമാലിന്യ പ്ലാന്റ്. എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ചാലക്കുടി നഗരസഭ 5-ാം വാർഡിലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്രദേശത്തുള്ള വീടുകളിൽ ഒരു ഫംഗ്ഷൻ വെക്കാൻ പോലും പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല. ഫാൻ ഒരു 5-6 വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇത് നഗരസഭ ചെയർപേഴ്സൻ്റെ ഡ്രൈവറുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ടായപ്പോൾ അവിടെയും ഉണ്ടായി എന്നാണ് കൗൺസിലർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് സംഭവം? നിരന്തരമായി ഈ കൗൺസിലിൽ ഉന്നയിക്കുന്ന ഒരു സംഭവമാണ് ഈ ഖരമാലിന്യ പ്ലാന്റ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും യാതൊരുവിധ ഇടപെടലുകളും നടക്കുന്നില്ല. എന്തിനാണ് ഈ കൗൺസിലർമാരോട് ഇങ്ങനെ പകപോക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒടുവിൽ ഗത്യന്തരം വിട്ട് കഴിഞ്ഞപ്പോൾ കൗൺസിലർ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ തടയും, ഇവിടെ ഈ പറയുന്ന മാലിന്യവുമായിട്ട് വരുന്ന നഗരസഭാ വണ്ടികൾ ഞങ്ങൾ തടയുമെന്ന്. അങ്ങനെ പറയത്തക്ക രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ ചാലക്കുടി നഗരസഭയിലെ ഭരണാധികാരികൾ. ചാലക്കുടിയിലെ വിളപ്പിൽ ശാലയായിട്ട് മാറാൻ പോവുകയാണ് ഈ പറയുന്ന ഖരമാലിന്യ പ്ലാന്റ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ചാലക്കുടി നഗരസഭയിലെ 36 വാർഡുകളിലുള്ള മാലിന്യവുമായിട്ട് ഇവിടേക്ക് വരും. ഇത് ഓരോ കൂനകളാക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം തുറന്ന് അടിയിലേക്ക് പോയതിനു ശേഷം ഇതെടുത്ത് ഖരമാലിന്യ പ്ലാന്റിൽ പൊടിച്ച് അവിടെ കൊടുക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനം ഇങ്ങനെയൊക്കെയാണെങ്കിലും സംഭവം നടക്കുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ ഒരു പ്ലാന്റിന് ചുറ്റും സ്ഥാപിക്കേണ്ടതായിട്ടുള്ള യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ചെയ്തിട്ടില്ല. ഇതിൽ നിന്നും മാലിന്യങ്ങൾ എടുത്ത് കാക്കയും കൊക്കുമെല്ലാം അടുത്ത വീടുകളിലെ കിണറ്റിൽ കൊണ്ടുവിടുകയാണ്. ആളുകൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അതീവമായിട്ടുള്ള ശോചനീയമായ സാഹചര്യമാണ് 5-ാം വാർഡിൽ നിലവിലുള്ളത്. ഒരു കൗൺസിലർ 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു. 6 മാസക്കാലം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മൈൻഡ് പോലും ചെയ്തില്ലെങ്കിൽ ഈ ഭരണാധികാരിക്ക് എന്താണ് പ്രശ്നം? ഇവർ രാജിവെച്ച് പോകണം. അതായത് ഒരു വാർഡിനെ, ചാലക്കുടി നഗരസഭയിലെ ഒരു വാർഡിനെ ഇതുപോലെ മാലിന്യത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുകയാണ്. എന്താണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മുടെ വീടുകളിൽ വരുമ്പോഴാണ് അറിയുന്നത്. നമ്മുടെ വീടുകളിൽ വിആർപുരത്താണ് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് വരണമെങ്കിൽ എന്തായിരിക്കും സംഭവം? എല്ലാവരും ഇളകില്ലേ? ഇത് പിന്നെ 5-ാം വാർഡിലാണല്ലോ, നിതിൻ പുല്ലൻ്റെ വാർഡാണല്ലോ. അതുമാത്രമല്ല, ആളുകളെ പൊട്ടന്മാരാക്കണ പരിപാടി അത് വീണ്ടും ആവർത്തിക്കാണ്. പൊട്ടന്മാർ മെഡിക്കൽ ക്യാമ്പ് നടത്തുക, അതിനുശേഷം അവിടുത്തെ കിണറുകളിൽ നിന്ന് വെള്ളം സാമ്പിളായിട്ട് ശേഖരിക്കുക, കൊണ്ടുപോകുക. റിസൾട്ട് എവിടെ? ഇനി സാമ്പിൾ എടുത്തിട്ടുള്ളത് എത്ര പേരിൽ നിന്നാണ്? 6 കുടുംബങ്ങളിൽ നിന്ന്. ബാക്കിയുള്ളവരൊക്കെ എന്താ വേറെ വല്ല പൊട്ടന്മാരാണോ? ഇത് കൊണ്ടുപോയി പരിശോധിച്ചാൽ റിസൾട്ടില്ല, ഒന്നുമില്ല. അതുപോലെ ആശാ വർക്കർമാർ അവിടുത്തെ ഇടപെടലുകൾ. ചാലക്കുടി നഗരസഭയിലെ 5-ാം വാർഡിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളെപ്പറ്റി അതീവ ഗൗരവമായി ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭാ കൗൺസിലർ നിതിൻ പുല്ലൻ ഈ വിഷയം വളരെ സ്ട്രോങ് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് മതിയായി, ഇതുപോലെ തന്നെ തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ വണ്ടി തടയും. നഗരസഭയിൽ നിന്നും മറ്റു വാർഡുകളിൽ നിന്നും മാലിന്യവുമായി വരുന്ന വണ്ടികൾ ഞങ്ങൾ തടയും എന്ന് ഈ കൗൺസിലർ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ചാലക്കുടി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ആർക്കും എന്തും എങ്ങനെയാവാം. വെറുതെ കുറഞ്ഞിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞു, അന്നും എഴുതിക്കൊണ്ടിരുന്നു, കുറേ വാർത്ത കൊണ്ടിട്ടു. അതിൻ്റെ സാമ്പിൾ ശേഖരിച്ച, ആകെ 6 കുടുംബങ്ങളിൽ നിന്ന് ശേഖരിച്ച ആ റിസൾട്ട് പോലും എവിടെ പോയി? ചെയർപേഴ്സൺ, നിങ്ങൾ എന്താണ് ഇവിടെ ഈ ഭരണാധികാരിയായിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്? അതീവ ശോചനീയം. എന്തായിരുന്നാലും നിതിൻ പുല്ലൻ ഒരു ജ്വാലയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ മാലിന്യ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അതിരൂക്ഷമായിട്ടുള്ള സമരങ്ങൾ 5-ാം വാർഡിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇനി അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനുള്ള ഇടപെടല് കൃത്യമായിട്ട് ഈ ആരോഗ്യ ഭാഗത്തിന്റെ ഭാഗത്തുണ്ടാവണം, മുനിസിപ്പാലിറ്റി ഭാഗത്തുണ്ടാവണം. 2-3 ദിവസങ്ങളായിട്ട് പ്ലാന്റിനകത്ത് വല്ലാത്ത മണം, ദുർഗന്ധം അവിടെ വരികയാണ്. ഞാൻ പലവട്ടം പറഞ്ഞു, ഈ ദുർഗന്ധത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ചില ആരോഗ്യ വിഭാഗത്തിലും ജോസിലും ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 1 കിലോ മണം കണ്ടില്ല, ഞങ്ങൾ മണം കാണാൻ പറ്റില്ല. അത് ശരിയാവില്ല, മണം കാണാൻ പറ്റില്ല. നിങ്ങൾ അവിടെ വന്ന് വൈകുന്നേരം വരിക. അവിടെ ആ പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് വരെ പനമ്പള്ളി കോളേജ്, 1 കിലോമീറ്റർ അപ്പുറത്ത് വരെ പനമ്പള്ളി കോളേജ്, അവിടെ മുതൽ ഈ മെയിൻ റോഡ് മുഴുവൻ ഈ ദുർഗന്ധമാണ്. അവിടെ എടുക്കുന്ന ഈ പറയുന്ന വീട്ടുകാർക്ക് ഒരു ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് ജനല നോക്കാൻ വേണ്ടി പറ്റില്ല, മണടിച്ചു കയറും. നിങ്ങളിപ്പോ മുനിസിപ്പാലിറ്റിയുടെ നമ്മുടെ ചെയർപേഴ്സൺ ഡ്രൈവറായിട്ടുള്ള രതീഷിന്റെ മകളുടെ വീട് അവിടെ ഉണ്ട്. അവിടെ ഒരു മരണമുണ്ടായിരുന്നു. അവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന അതിന്റെ ആ ഉമ്മത്തിയുടെ മരണത്തിന്റെ പരിപാടിയായിട്ട് ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകൾക്ക്, 7ന്റെ പരിപാടിക്ക് വന്ന ആളുകൾക്ക് അങ്ങനെ അറിയാം. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഒരു 5-6 ഫാൻ വെച്ചാണ് ഇത്രയിട്ട് അവിടെ സ്ഥലത്തെ 5-6 ഫാൻ വെച്ചാണ്. ഈച്ച പൊതിയാണ്. അപ്പൊ ഈച്ച പൊതിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം അവിടെ ഒരു രീതിയിലുള്ള ഇടപെടലും നമ്മുടെ നടന്നില്ല. അതിപ്പോഴും അടുത്ത ഒബ്സർവേഷൻ ഭാഗമായിട്ട് നടക്കും. നമുക്ക് ഫണ്ട് പാസ്സായിട്ടുണ്ട്, നമുക്ക് ഫണ്ട് പാസ്സാവാൻ നിൽക്കുന്നുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നല്ലാതെ ഒരു രീതിയിലുള്ള ഒരു കാര്യം ഇതിന്റെ ഭാഗത്ത് നടക്കുക. ഇപ്പൊ ഈ മറ്റേ ജീവിതത്തിലെ കിട്ടുണ്ണിയുടെ കാര്യം പറഞ്ഞുള്ള കാര്യമാണ്. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പറയും അത് അവിടെ നമ്മുടെ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നേ
അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്തായി? അത് കഴിഞ്ഞപ്പോഴല്ലേ ആ സർവേഷന്റെ മാഡം ഇത് എസ്റ്റിമേറ്റ് എടുക്കാവുന്നത്. അപ്പൊ ആ മാഡം ഇപ്പൊ എവിടെയാ? ആ മാഡം പിരിഞ്ഞു പോയി. ഇപ്പൊ പുതിയ ആള് വന്നു. അപ്പൊ പുതിയ ആളെന്ന് പറഞ്ഞാൽ അയാൾ ഫൈൻ കൊടുത്തില്ല. ഇതാണ് ഇങ്ങനെ ഇട്ട് കിടന്ന് കളിക്കാണ്. 37 വാർഡുകളിൽ ഞാൻ പലവട്ടം ഇവിടെ പറഞ്ഞതാണ് നമ്മുടെ ജലമാലിന്യ പ്ലാന്റിന്റെ വിഷയം. ആ പ്ലാന്റിലേക്ക് നിങ്ങൾ എത്തി നോക്കുന്നുണ്ട്. നമ്മൾ പല പരിപാടികളും അവിടെ നടത്തി. ജലമാലിന്യ പ്ലാന്റിന്റെ ഭാഗമായിട്ട് നമ്മള് ഇപ്പൊ സർവേഷന്റെ ഭാഗമായിട്ട് ഒരു പരിപാടി അവിടെ വെച്ചു. ബാനറും പിടിച്ച് നമ്മളെല്ലാവരും ഫോട്ടോ നമ്മള് പറഞ്ഞു കൊടുത്തതൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ അടിസ്ഥാന വിഷയം പരിഹരിക്കപ്പെടാൻ വേണ്ടി ഇപ്പൊ 6 മാസമായി ഞാൻ ഒരു കാര്യം പറയുന്നത്. അവിടുത്തെ തൊഴിലാളികളുടെ ഒരു വിഷയമുണ്ട്. അവിടുത്തെ തൊഴിലാളികൾ 4 പേരുടെ എണ്ണത്തിൽ കുറവുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞു. നിലവിലുള്ള ആളുകൾ ദേവസ്വകാരെ അവിടേക്ക് മാറ്റിപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ആ പോകുന്ന ആളുകൾ പണിയെടുക്കാൻ തയ്യാറില്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർ വരുന്ന നാട്ടിൽ വരുന്ന ആളുകളാണ്. മറ്റേ 5-ാം വാർഡോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തുള്ള ആളുകളല്ല. അവർക്കത് എങ്ങനെയെങ്കിലും അവിടുത്തെ പണി അവതരിപ്പിച്ച് പോയാമെന്നുള്ള രീതിയിൽ പല ആളുകളും അവിടെ നിന്ന് മാറ്റി കൊടുക്കുന്ന ആളുകൾ നമ്മളെ ഈ പറഞ്ഞ രീതിയിൽ വിളിക്കുന്നുണ്ട്. അതായത് സ്ഥിരമായിട്ട് വെച്ച ആളുകൾ കൊടുക്കുന്നത്. ഇത് കൃത്യമായിട്ട് പരിഹരിക്കുന്ന വിഷയമല്ലേ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ കഴിഞ്ഞ കൗൺസിലിന്റെ ഇതായിട്ട് വന്നപ്പോൾ നമുക്ക് മെഡിക്കൽ ക്യാമ്പ് നമ്മൾ വെച്ചു. വളരെ ഭംഗിയായിട്ട് ഏകദേശം അതിനോട് ചുറ്റോളം വരുന്ന ഒരു 100-ഓളം പേര് മെഡിക്കൽ ക്യാമ്പിന് ഭാഗം പങ്കെടുത്തു. 10-25-ഓളം പേർക്ക് നമ്മുടെ അവിടുത്തെ കിണറുകള് മറ്റേ വെള്ളം പരിശോധിക്കാൻ വേണ്ടിയിട്ട് കിണറിലെ വെള്ളം പരിശോധിക്കാൻ വേണ്ടി ടിന്ന് കൊടുത്തു. ഈ ടിന്ന് കൊടുത്തയച്ചെന്ന് പറഞ്ഞു ആശാ വർക്കർമാര് നമ്മുടെ വീടുകളിൽ വന്നിട്ട് തിരിച്ചു വാങ്ങിക്കൊടുക്കുന്നു പറഞ്ഞു പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ആശാ വർക്കർ അവിടെ 6 വീട്ടിൽ നിന്നാണ് സാധനം വാങ്ങിക്കൊണ്ടിട്ടുള്ളൂ. 10-20 ടിന്ന് കൊടുത്തു. 6 വീട്ടിൽ നിന്നാണ് കൊണ്ടിട്ടുള്ളൂ. നമ്മൾ ഈ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമ്മുടെ കൗൺസിൽ ഈ ആശാ വർക്കർമാർക്ക് പൈസ കൂട്ടി കൊടുത്തല്ലേ? ഇവിടെ എല്ലാവരും കൗൺസിലിനകത്ത് അവർക്ക് എത്ര രൂപ കച്ച കൊടുത്തല്ലേ? എത്ര വീടുകൾക്കകത്ത് എത്ര ആളുകൾക്കകത്ത് ഈ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടത്തിയ ആശാ വർക്കർമാർ. ചില എവിടെയൊക്കെ ചില ആശാ വർക്കർമാരുണ്ട്. കൗൺസിലറും ആശാവർക്കായിട്ടുള്ള ചില ആശയമായിട്ടുള്ള ചില ആളുകളുടെ ഭാഗമായിട്ടൊക്കെ കൃത്യമായിട്ട് നടന്നു പോയിട്ടുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന വാർഡുകൾക്കകത്തും ആശാ വർക്കർമാർ ആ രീതിയിലാണ് നടത്തിയിട്ടില്ല. ശിഖലിയായിട്ട് ബന്ധപ്പെട്ട് കിണർ ക്ലോറിനേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അതിൽ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അഡ്വൈസ് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളെ ബന്ധപ്പെടാന്ന് ആര് ഈ പറയുന്ന നാട്ടിലെ വാർഡിലെ ആളുകൾ നമ്മളെ ബന്ധപ്പെടില്ല. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ കിണർ ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോളൂ. അപ്പൊ 1.5 മാസം മുന്നേ 2 മാസം മുന്നേ നമ്മൾ തീരുമാനിച്ചാണ് ക്ലോറിൻ ചെയ്ത് ഈ ക്ലോറിൻ അതായത് വീടുകളിൽ കിണറുള്ള വീടുകളിൽ കൊണ്ടുപോയിട്ട് ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശാ വർക്കർമാരെ നമ്മളെ ഏൽപ്പിച്ചാണ്. അവർക്ക് പ്രത്യേക പാക്കേജും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്നാൽ ഇവിടെ ആദ്യഘട്ടം എന്നുള്ള ഒരു 100-ഓളം പാക്കേജ് വെച്ചു. 100 പാക്കേജ് കൊടുത്തല്ലാണ്ട് പിന്നീട് ഈ ആശാ വർക്കർമാർ നമ്മൾ പറഞ്ഞു നമ്മളിപ്പോ അവർക്ക് ബുദ്ധിമുട്ട് കാരണം നമ്മളത് അങ്ങോട്ട് കൊണ്ടുകൊടുക്കുക ചെയ്യണം. ഏത് അവർക്ക് അവരുടെ ഡ്രസ്സിന്റെ മേത്താവും മണുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ സാധനം നമ്മുടെ വീട്ടിൽ അവിടെ നിന്നാണ് എടുത്തുകൊണ്ടല്ല ആദ്യ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ അവർക്ക് തമിഴ്നാട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഇടപെടൽ നടത്തിയില്ല. ഈ ഒരു കാര്യം ആശയോട് ചോദിച്ചതിന്റെ ഭാഗമായിട്ട് ആശ വ്യാപകമായിട്ട് ആശാ വർക്കർമാരുടെ ഗ്രൂപ്പിൽ അങ്ങനെ പ്രചരിപ്പിച്ചു. എന്ത് കൗൺസിലർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. നമ്മുടെ ഒരു ആശമാരും പണിയെടുക്കുന്നില്ല. നമ്മുടെ നമ്മുടെ എല്ലാ ആശമാർക്കെതിരായിട്ട് കൗൺസിലർ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി ഇതിന് വ്യാപക പ്രകടനം കൊടുക്കും. അതിന്റെ ഭാഗമായിട്ട് പല ആളുകളും നമ്മളെ വിളിക്കുകയാണ്. അപ്പൊ ചില ആശമാര് കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനം കൊണ്ടുപോയി. ചില ആശമാര് ഒരു രീതിയിലാണ് പറഞ്ഞിട്ടില്ല. ഈ പാക്കേജ് എടുക്കുന്ന രീതിയിലേക്ക് എത്തി. ഇപ്പൊ കിണറിൽ ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വേണ്ടിയിട്ട് ഈ ഞായറാഴ്ചക്കുള്ളിൽ അവസാനിപ്പിക്കാം എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആശമാർക്ക് ഈ ക്ലോറിൻ കിട്ടാത്തൊരു ലഭ്യത കുറവുണ്ടെന്നാണ് അവര് നമ്മളെ വിളിച്ച് അറിയിക്കുന്നത്. ഇപ്പൊ എന്റെ വാർഡിൽ 2 ആശമാരുണ്ട്. ആ 2 ആശമാര് പറഞ്ഞത് ഇവിടുന്ന് പിന്നെ വേറെ അറിയിക്കാൻ പോകുന്നില്ല. ഞാൻ 2 വട്ടം അറിയിച്ചാണ്ടാ 2 വട്ടം അറിയിച്ചാൽ ഇപ്പൊ ഇവിടെ എടുക്കാൻ വന്നപ്പോ ക്ലോറിൻ ഇല്ലാന്ന് പറഞ്ഞായിരുന്നു അവര് പറയണേ. രണ്ടാമത്തെ ഘട്ടം അവിടെ ക്ലോറിൻ വരികയാണെങ്കിൽ ഇത് എക്സസ് അടക്കമുള്ള ആളുകൾ ഇവിടെ ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥരെ അത് വിളിച്ച് ആശമാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വിളിച്ച് ക്ലോറിൻ വന്നിട്ടുണ്ട് ഇത് കൊണ്ടുപോകാൻ നടത്തണം എന്നുള്ള കാര്യം പറയണ്ടേ. ഇവിടെ ഇത്രയും വലിയൊരു മഹാമാരി നമ്മുടെ നാടിനകത്ത് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ക്ലോറിൻ കിട്ടിയില്ല, ഞങ്ങൾ അവിടെ വിളിച്ചില്ല, അവരിവിടുന്ന് വന്നില്ല, ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ന്യായീകരണം പറഞ്ഞ് എങ്ങനെ ഒഴിയാൻ വേണ്ടി സാധിക്കുക. ഇവിടെ ആശയോട് പറഞ്ഞിട്ട് മെഡിക്കൽ ക്യാമ്പിനകത്ത് കൊണ്ടുപോയ ടിന്നില് കിണറിലെ വെള്ളം പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ള ടിന്നിലെ റിസൾട്ട് എന്തായുള്ള കാര്യം 1 മാസം കഴിഞ്ഞു, 1.5 മാസമാണ്. അതിന്റെ എന്തായി പറയുമ്പോ അത് എനിക്കറിയില്ല. അത് മുനിസിപ്പാലിറ്റി വെച്ചാൽ പറഞ്ഞിട്ട് ആശ അങ്ങോട്ട് പോവാണ്. ഇത് എന്തിനാണ് ആരോട് കാണിക്കാറ് നമ്മൾ ഈ ക്യാമ്പ് നടത്തി പരിശോധന ആർക്ക് വേണ്ടിയിട്ടാണ്?